എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെ ചിത്രയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന ചിത്രരാശിക്കാരുടെ ഈ മാസത്തെ ഫലത്തെപ്പറ്റിയാണ്. ഫലം നോക്കുന്നതിന് മുൻപ് ആദ്യം ഗ്രഹങ്ങളുടെ സ്ഥിതിയൊന്ന് നോക്കാം. സൂര്യൻ സെപ്റ്റംബർ 16 വരെ ചിങ്ങത്തിലും അതിനുശേഷം കന്നിരാശിയിലുമാണ്. ചൊവ്വ സെപ്റ്റംബർ 18 വരെ മിഥുനൻ രാശിയിൽ, അതിനുശേഷം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. സെപ്റ്റംബർ 7 വരെ ബുധൻ ചിങ്ങത്തിലും 7 മുതൽ 26 വരെ കന്നിയിലും അതിനുശേഷം തുലാൻ രാശിയിലേക്കും രാശി മാറുന്നതാണ്. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ തുലാൻ രാശിയിൽ സ്വക്ഷേത്ര ബലത്തോടെ നിൽക്കുന്നു. ശനി മീനം രാശിയിലെ 6ാം ഭാവത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ഈ ഒരു ഗ്രഹസ്ഥിതി തുലാൻ രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം. ആദ്യം തൊഴിൽ മേഖല എങ്ങനെ പോകുമെന്ന് നോക്കാം. 10ാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അത് ഉദ്യോഗസ്ഥർക്ക് കരിയറിലൊക്കെ മികച്ച നേട്ടങ്ങൾ നൽകും. സർക്കാർ ജീവനക്കാർക്കും അതുപോലെ സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്കും മേലധികാരികളിൽ നിന്ന് പ്രശംസയും അർഹിച്ച അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 18 വരെ 9ാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ നേരിടാം. എന്നാൽ 18-ന് ശേഷം ചൊവ്വ 10ാം ഭാവത്തിലേക്ക് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നതോടെ കരിയറിൽ പുതിയ ഊർജ്ജവും ഉണർവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തേടിയെത്തുന്നതുമാണ്. വിദേശത്തോ സ്വന്തം നാട്ടിലോ ഒക്കെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമായ സമയമാണ്. മുൻപ് മുടങ്ങിപ്പോയ ഇൻ്റർവ്യൂ കോളുകളും ഓഫറുകളും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. 6-ൽ നിൽക്കുന്ന ശനി ജോലിസ്ഥലത്തെ ശത്രുദോഷങ്ങളും എതിർപ്പുകളും ഒക്കെ ഇല്ലാതാക്കുന്നതാണ്. എതിരാളികളെയൊക്കെ അതിജീവിച്ച് വിജയമൊക്കെ നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി ബിസിനസ് എങ്ങനെ പോകുമെന്ന് നോക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ 11ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു എന്നിവരൊക്കെ നിൽക്കുന്നത് ബിസിനസ്സിലെ അപ്രതീക്ഷിത ധനലാഭത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. സെപ്റ്റംബർ 7 വരെ ബുധൻ അനുകൂല ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പുതിയ പ്രൊജക്റ്റുകളിലൊക്കെ ഒപ്പുവയ്ക്കാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും അനുയോജ്യമാണ്. സെപ്റ്റംബർ 16 സൂര്യൻ 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിനാലും സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ 12-ലൊക്കെ നിൽക്കുന്നതിനാലും പുതിയ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ശ്രദ്ധിച്ച് തന്നെ വേണം. രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് കൃത്യമായിട്ടൊക്കെ പരിശോധിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്ക് നിങ്ങളുടെ രാശിയിൽ തന്നെ ശുക്രൻ സ്വക്ഷേത്ര ബലത്തോടെയൊക്കെ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പങ്കാളിയുമായിട്ടൊക്കെ നല്ല ആശയവിനിമയവും സഹകരണവും ഒക്കെ നിലനിർത്താനും സാധിക്കുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെ പോകുമെന്ന് നോക്കാം. 2026 സെപ്റ്റംബർ മാസത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന കേതു, 6-ലെ ശനി, 10-ലൊക്കെ ഉച്ചനായിട്ട് നിൽക്കുന്ന വ്യാഴം, അതുപോലെ ലഗ്നത്തിൽ ശുക്രൻ എന്നീ ശക്തമായ ഗ്രഹസ്ഥിതികൾ തുലാൻ രാശിക്കാരുടെ സാമ്പത്തിക നിലയെ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകും എന്ന് നോക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ 11ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു എന്നിവരുടെയൊക്കെ സാന്നിധ്യമുള്ളതിനാൽ പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്ന് ധനവരവൊക്കെ ഉണ്ടാകുന്നതാണ്. മുൻപ് കൊടുത്തു തീർക്കാൻ സാധിക്കാതെ കുടുങ്ങിക്കിടന്ന പണമോ കുടിശ്ശികകളോ ഒക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. 10ാം ഭാവത്തിലെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് അതുപോലെ 18-ന് ശേഷം ചൊവ്വ 10-ലേക്കൊക്കെ എത്തുന്നതിനാലും ഔദ്യോഗിക രംഗത്തു നിന്നും ബിസിനസ്സിൽ നിന്നും കൃത്യമായ ഒരു വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ശമ്പള വർധനവിനും ഇൻസെൻറ്റീവിനുമൊക്കെ സാധ്യതയുമുണ്ട്. 6-ലെ ശനി പഴയ കടങ്ങളും വായ്പകളും ഘട്ടം ഘട്ടമായിട്ടൊക്കെ വീട്ടാൻ സഹായിക്കുന്നതുമാണ്. സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം. അതുപോലെ ലഗ്നത്തിലെ സ്വക്ഷേത്ര ബലത്തോടെയൊക്കെ ശുക്രൻ നിൽക്കുന്നതിനാൽ വീട് അലങ്കരിക്കുന്നതിനും അതുപോലെ പുതിയ വാഹനമോ വസ്തുക്കളോ ഒക്കെ വാങ്ങുന്നതിനായും പണമൊക്കെ ചിലവാകാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ 16-ന് സൂര്യനും സെപ്റ്റംബർ 7 മുതൽ 26 വരെയൊക്കെ ബുധനും 12ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നു. ഈ സമയത്ത് അനാവശ്യ ചിലവുകളും അതുപോലെ യാത്രാ ചിലവുകളെ, ആശുപത്രി ചിലവുകളെ ഒക്കെ ഉയർന്നേക്കാം. പുതിയ
സെപ്റ്റംബർ 16 ശേഷം പുതിയ ചിട്ടുകളിലോ ഓഹരി വിപണിയിലോ ഒക്കെ അല്ലെങ്കിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നതൊക്കെ നന്നായിരിക്കും. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ശുക്രൻ സ്വന്തം രാശിയായ തുലാത്തിലൊക്കെ നിൽക്കുന്നതിനാൽ കുടുംബത്തിലെ സന്തോഷവും സ്വസ്ഥതയും ഒക്കെ നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ വാക്കിനും പെരുമാറ്റത്തിനുമൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ വലിയ മൂല്യവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. ബന്ധുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒക്കെ മുൻപുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ഒക്കെ മാറി വീണ്ടും സൗഹൃദത്തിലൊക്കെ ആകാൻ സാധിക്കുന്നതാണ്. അതുപോലെ മുതിർന്നവരുടെ പിന്തുണയും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കുടുംബത്തിൽ വിശേഷങ്ങളോ മംഗളകർമ്മങ്ങളോ ഒക്കെ നടക്കാനും സാധ്യതയുണ്ട്. വീടൊക്കെ പുതുക്കി പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാരപ്പണികളൊക്കെ നടത്താനോ ഒക്കെ ഉള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. ദമ്പതികൾക്കിടയിലെ സ്നേഹവും പരസ്പര ധാരണയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പങ്കാളിയുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണയും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ 18 ശേഷം ചൊവ്വ കർക്കിടകൻ രാശിയിലേക്കൊക്കെ മാറുന്നതിനാൽ ജോലിഭാരമൊക്കെ കാരണം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയാതെയൊക്കെ വന്നേക്കാം. ഇത് ചെറിയ വാഗ്വാദങ്ങൾക്കൊക്കെ കാരണമാകാതെയും നോക്കേണ്ടതാണ്. കുട്ടിയുടെ പഠനകാര്യത്തിലും കരിയറിലുമൊക്കെ മികച്ച പുരോഗതിയൊക്കെ ഉണ്ടാകുന്നത് മനസ്സിനൊക്കെ സന്തോഷം നൽകുന്നതാണ്. 5-ാം ഭാവത്തിലൊക്കെ രാഹു നിൽക്കുന്നതിനാൽ പ്രണയബന്ധത്തിലൊക്കെ ചെറിയ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുറന്ന ആശയവിനിമയത്തിലൂടെയൊക്കെ ഇത് പരിഹരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. മൊത്തത്തിൽ സ്നേഹവും ഐക്യവും നിറഞ്ഞ അനുകൂലമായ ഒരു അവസ്ഥയായിരിക്കും ഈ മാസം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മികച്ച റിസൾട്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ബുധൻ്റെയൊക്കെ രാശിമാറ്റങ്ങൾ കാരണം സെപ്റ്റംബറൊക്കെ 7 വരെയൊക്കെ പഠനത്തിലൊക്കെ മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി അനുയോജ്യമായ കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കാം. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കകൾക്കൊന്നും വകയില്ല. ശനിയൊക്കെ 6-ൽ നിൽക്കുന്നത് രോഗശാന്തിയൊക്കെ നൽകുന്നതാണ്. മാസത്തിൻ്റെ അവസാനം സൂര്യൻ 12-ലോട്ടൊക്കെ രാശി മാറുന്നത് കാരണം അല്പം അലച്ചിലോ അല്ലെങ്കിൽ ഉഷ്ണരോഗങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയൊക്കെ പാലിക്കേണ്ടതുമാണ്. ഇനി ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ദിവസവും ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ ജപിക്കുന്നത് ഊർജവും പ്രതിരോധ ശേഷിയും ഒക്കെ നൽകുന്നതാണ്. അതുപോലെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.